പുഷ്പവതി പോയപ്പാടത്തിനെ അടൂർ ഗോപാലകൃഷ്ണൻ അറിയില്ല, അറിഞ്ഞോളണമെന്നില്ല. അറിവില്ലായ്മയുടെ സ്വാതന്ത്ര്യം അടൂരിനും അനുവദിച്ചു കൊടുക്കണം. പക്ഷേ സർക്കാർ സംഘടിപ്പിച്ച സിനിമാ കോൺക്ലേവിൽ പങ്കെടുക്കാൻ പുഷ്പവതിക്ക് എന്ത് യോഗ്യതയാണെന്ന് ചോദിക്കാനുള്ള അതിവിനയം അടൂർ കാണിക്കരുത്. വഴിയെ പോകുന്നവർക്ക് കയറിയിരിക്കാനുള്ളതല്ല കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഫ്യൂഡൽ മാടമ്പിത്തരമുണ്ട്. അടൂർ ഇങ്ങനെ പറയാൻ കാരണമായ പ്രസംഗത്തിൽ നിറഞ്ഞാടിയ സവർണ അധസ്ഥിത വിരുദ്ധ സ്ത്രീവിരുദ്ധ മനോഘടന അദ്ദേഹത്തിന്റെ സിനിമാ പ്രമേയങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ തുടർച്ച തന്നെയാണ്. അടൂർ അറിയാത്ത പുഷ്പാവതി 2002 മുതൽ മലയാള സിനിമയിലുണ്ട്. തൃശൂർ വേലൂരിലാണ് ജനിച്ചത്. 51 വയസ്സുണ്ട്. സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയാണ്. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നിന്ന് കർണാടക സംഗീതത്തിൽ ഗാനപ്രവീണ പാസ്സായിട്ടുണ്ട്. ആകാശവാണി ആർട്ടിസ്റ്റായിരുന്നു. 2002 മുതൽ 22 മലയാള സിനിമകളിൽ പാടിയിട്ടുണ്ട്. പാടിയതിൽ പലതും പ്രശസ്തവുമാണ്. പാട്ട് മാത്രമല്ല, സംഗീതം ചിട്ടപ്പെടുത്തുകയും ചെയ്യും. കബീർദാസിന്റെ പാട്ടുകളുടെ ആൽബം പ്രശസ്തമാണ്. ലോകപ്രശസ്തമായ സമരഗാനം ആസാദി ചിട്ടപ്പെടുത്തി പാടി സദസ്സുകളെ ഇളക്കിമറിച്ചിട്ടുണ്ട്. ശബരിമല സമരകാലത്ത് എത്രയെത്ര മതിലുകൾ പാടി പുരോഗമന പക്ഷത്തിന് പിന്തുണ കൊടുത്തു. സർക്കാർ സംഘടിപ്പിച്ച വനിതാ മതിലിന് ഗാനമെഴുതി. ദ്രാവിഡ എന്ന പേരിൽ സംഗീത ബാൻഡ് ഉണ്ടാക്കി. പുഷ്പയുടെ കലാപ്രവർത്തനത്തിന്റെ രാഷ്ട്രീയം സുവ്യക്തമാണ്. അടൂരിൻ്റെതും. കേരളം നടന്നു തീർത്ത വഴികളിൽ ഒട്ടേറെ പുഷ്പമാർ വീണുപോയിട്ടുണ്ട്. നടന്നു തീർക്കാൻ ഇനിയും ദൂരം ഏറെയുണ്ട്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ആദരങ്ങൾ. ഇക്കാര്യങ്ങൾ വീണ്ടും കേരളത്തെ ഓർമ്മിപ്പിച്ചതിന് നന്ദി, നമസ്കാരം.